ഗുരുപരമ്പരപ്രകാരം അഗ്നിപ്രവേശം ചെയ്ത് മഹാസമാധിയിലൂടെ ശബരിമാതയ്ക്ക് ശാപമോക്ഷം ലഭിച്ച് ശബരിമാത മാലിനി എന്ന അപ്സരസായി മാറും. ഇനി മുതൽ ശബരി വസിച്ച ഈ മല ശബരിമല എന്നറിയപ്പെടും. മഹത്തുക്കൾക്ക് വരുന്ന കഷ്ടകാലവും ശാപജന്മവുമെല്ലാം ലോകനന്മയ്ക്കായേ ഭവിക്കൂ. കാട്ടാളകുലത്തിൽ ജനിച്ച മാല എന്ന പെൺകുട്ടി ശബരിമാതാവായതും നമുക്ക് വഴികാട്ടിയായതും വിധിനിശ്ചയമാണ്. ജനിച്ച കുലമോ ദേശമോ ഭാഷയോ ഒന്നുമല്ല ഒരു മനുഷ്യന്റെ മഹത്വം നിശ്ചയിക്കുന്നത്. മറിച്ച് അവന്റെ കർമ്മവും ചിന്തയും വാക്കുകളുമാണ്. ശബരിമാതയുടെ ജീവിതം എല്ലാവരും പാഠമാക്കുക. ലോകമുള്ളിടത്തോളം ശബരിമാതയുടെ നാമം നിലനിൽക്കും. അഗ്നിപ്രവേശ മുഹൂർത്തം സമാഗതമായിരിക്കുന്നു. ശബരിമാത സഹസ്രാര പത്മത്തിലൂടെ പ്രാണനെ സ്വതന്ത്രയാക്കി ഈ ശരീരം അഗ്നിക്ക് സമർപ്പിക്കുക. അതോടെ പൂർവജന്മ സ്മൃതികൾ ഉണർന്ന ദേഹി മാലിനി എന്ന അപ്സരസായി മാറുന്നതാണ്. എല്ലാം അങ്ങയുടെ അനുഗ്രഹം. മംഗളം ഭവിക്കട്ടെ. ഭഗവാനെ ശ്രീരാമചന്ദ്രസ്വാമി, ഈ ഉള്ളവന്റെ അവിവേകത്താൽ ശാപമേറ്റുവാങ്ങിയ മാലിനിയെ ശാപമുക്തി നൽകി അനുഗ്രഹിച്ച അങ്ങേക്ക് ഞങ്ങളുടെ പ്രണാമം. ഞങ്ങളെ ആശീർവദിച്ചാലും ഭഗവാനെ. മംഗളം ഭവന്തു. വീതിഹോത്ര, കോപം കൊണ്ട് നേടാനാവുന്നത് നഷ്ടങ്ങൾ മാത്രമാണ്. മുൻകോപം കൊണ്ട് വർഷങ്ങളോളം മാലിന്യെ പിരിഞ്ഞ് അങ്ങയ്ക്ക് ജീവിക്കേണ്ടി വന്നു.
ഉം. അല്പസമയത്തെ സംയമനം കൊണ്ട് ജീവിത നഷ്ടങ്ങൾ ഒഴിവാക്കാനാകുമെങ്കിൽ സമചിത്തതയോടെ പെരുമാറുന്നതല്ലേ ബുദ്ധി? എന്റെ തെറ്റുകൾ ഞാൻ തിരിച്ചറിയുന്നു ദേവ. ഇനി അത്തരം പിഴവുകൾ എന്നിൽ നിന്നും ഒരിക്കലും ഉണ്ടാവുന്നതല്ല. ഉം. എന്റെ ഈ അശ്രദ്ധയും വിവേകമില്ലായ്മയുമാണ് എല്ലാത്തിനും കാരണമായത്. ഇനി മുതൽ അങ്ങനെ സംഭവിക്കാതെ ഞാനും ശ്രദ്ധിച്ചുകൊള്ളാം ഭഗവാനെ. നല്ലത്. നമ്മൾ അനുഭവിക്കുന്നതെല്ലാം കർമ്മങ്ങളുടെ ഫലമാണ്. ചിലപ്പോൾ നമ്മൾ ലോകാനുഗ്രഹത്തിനായി ഭഗവാന്റെ ഉപകരണങ്ങളായി മാറും. അത്രയുള്ളൂ. ഇനിയുള്ള നിങ്ങളുടെ ജീവിതം ആനന്ദം നിറഞ്ഞതായിരിക്കും. സന്തോഷത്തോടെ ഗന്ധർവലോകത്തിലേക്ക് യാത്രയാവും. സർവവും മംഗളമായി ഭവിക്കട്ടെ. ഒടുവിൽ ശബരി എന്ന മാലിനിക്ക് ശാപമോക്ഷം ലഭിച്ചു. തപസ്വിനിയായിരുന്ന ശബരിമാതയുടെ ശരീരം അഗ്നിയിൽ ദഹിച്ച് ഭസ്മമായ സ്ഥലമാണ് പിൽക്കാലത്ത് ഭസ്മക്കുളം എന്നറിയപ്പെട്ടത്. ശബരിമാത തൻ്റെ ശരീരം അഗ്നിയിൽ സമർപ്പിക്കുമ്പോഴും രാമമന്ത്രം ഉരുവിട്ടുകൊണ്ടേയിരുന്നു. എന്താ കാരണം? രാമമന്ത്രം മോക്ഷദായകമാണ്. ഓരോരുത്തർക്കും അവരവരുടെ മരണസമയത്ത് എന്ത് ചിന്തയാണോ മനസ്സിനെ സ്വാധീനിക്കുന്നത് അതനുസരിച്ച് മാത്രമായിരിക്കും മോക്ഷം ലഭിക്കുന്നത്. ലൗകിക സുഖങ്ങളിൽ ആകൃഷ്ടരായി അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ പാപങ്ങളിൽ നിന്നും മരണാനന്തര മുക്തി ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഹിന്ദുക്കൾ മരണക്കിടക്കയിൽ രാമമന്ത്രങ്ങൾ ഉരുവിടുന്നതും രാമായണ ശ്ലോകങ്ങൾ ശ്രവിക്കുന്നതും. ആചാരാനുഷ്ഠാനങ്ങൾ പരിപാലിച്ച് ജീവിക്കുന്ന ഏതൊരാൾക്കും മോക്ഷത്തിലേക്കുള്ള മാർഗം സുഗമമാണ്. പരശുരാമൻ പ്രതിഷ്ഠ നിർവഹിച്ച ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടതും മനസ്സിലാക്കിയതും. ഇനി അറിയേണ്ടത് സാക്ഷാൽ ശ്രീധർമ്മശാസ്താവിൻ്റെ അവതാരങ്ങളെക്കുറിച്ച് തന്നെയാണ്. കലിയുഗത്തിൽ ഭക്തന്മാരെ സകല ലോക ദുരിതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനു വേണ്ടി മനുഷ്യാവതാരം കൈക്കൊണ്ടു ഹരിഹരപുത്രനായ ശ്രീധർമ്മശാസ്താവ്. പണ്ടൊരിക്കൽ ദേവനർത്തകികളായ ഉർവശി, മേനക, രംഭ, തിലോത്തമ തുടങ്ങിയ അപ്സരകന്യകൾ പാർവതീദേവിയെ ദർശിക്കാൻ കൈലാസത്തിലെത്തി. അവർക്ക് ദേവി അപൂർവങ്ങളായ പുഷ്പങ്ങളുടെ ഒരു മാല്യം സമ്മാനിച്ചു. 4 പേരുള്ളതുകൊണ്ടും അപൂർവമാല്യമായതുകൊണ്ടും അതാര് സ്വന്തമാക്കുമെന്ന് തർക്കമായി. ഭാഗം വച്ചാൽ മാല്യത്തിൻ്റെ വൈശിഷ്ട്യം നഷ്ടമാകുമെന്നതിനാലും തർക്കം ഒഴിവാക്കാനായും അവർ ആ മാല്യം അതുവഴി വന്ന ദുർവാസാവ് മഹർഷിക്ക് സമ്മാനിച്ചു. സർവസംഘ പരിത്യാഗിക്ക് അപൂർവമാല്യം എന്തിനെന്ന് ചിന്തിച്ച ദുർവാസാവ് ആ മാല്യം ദേവേന്ദ്രന് സമ്മാനിക്കുകയും ചെയ്തു. ദേവർഷി ദുർവാസാവിന് പ്രണാമം. പ്രണാമം ദേവേന്ദ്ര. അങ്ങേക്കും ദേവവൃന്ദങ്ങൾക്കും സൗഖ്യം തന്നെയല്ലേ? തീർച്ചയായും അമരത്വം നേടിയ ദേവകുലത്തിന് എല്ലായ്പ്പോഴും സൗഖ്യം തന്നെയാണ് മഹാമുനെ. ദുർവാസാവ് മഹർഷി, യോഗദണ്ഡും ജപമാലയും വഹിക്കേണ്ട അങ്ങയുടെ കരങ്ങളിൽ എന്താ പതിവില്ലാതെ ഒരു മലർമാല്യം? അപ്സരസുന്ദരികൾ ഉർവശിക്കും കൂട്ടർക്കും പാർവതീദേവി സമ്മാനിച്ചതാണ് ഈ അപൂർവ മലർമാല്യം. രത്നമാല്യമായാലും മലർമാല്യമായാലും അപ്സരസുന്ദരികൾക്ക് അതിനോടുള്ള പ്രിയം വർദ്ധിക്കുമല്ലോ. മാല്യത്തിനു വേണ്ടി അവർ പരസ്പരം അവകാശ തർക്കം ഉന്നയിച്ചു.
അവസാനം പരിഹാരമെന്ന വണ്ണം ഇതവർ നമുക്ക് സമ്മാനിച്ചു. പക്ഷേ സർവസംഘ പരിത്യാഗിയായ ഈ താപസനത്തിന് ഇങ്ങനെ ഒരു സുഗന്ധമാല്യം. എങ്കിൽ അങ്ങേക്കിത് മറ്റാർക്കെങ്കിലും നൽകിക്കൂടെ? ആ, അതെ. ശ്രേഷ്ഠമായ ഈ മാല്യം സ്വീകരിക്കുന്ന വ്യക്തിയും ശ്രേഷ്ഠനായിരിക്കണമല്ലോ. വൈകുണ്ഠവാസനായ സാക്ഷാൽ മഹാവിഷ്ണു നൽകാമെന്ന് വച്ചാൽ അദ്ദേഹം തൻ്റെ 2 ഭക്തിമാർക്കും വേണ്ടി വീതം വയ്ക്കേണ്ടി വരില്ലേ? അപ്പോൾ ഈ മാല്യം ഛേദിക്കപ്പെടും. ഈ അപൂർവമാല്യം ഛേദിച്ചാൽ ഇതിൻ്റെ വിശിഷ്ടതയും പവിത്രതയും നഷ്ടപ്പെടും. സാക്ഷാൽ കൈലാസനാഥന് നൽകാമെന്ന് വെച്ചാൽ അദ്ദേഹം ഇത്തരം ആഡംബരങ്ങളിൽ ആകൃഷ്ടനുമല്ല. ഇനിയിപ്പോൾ സൃഷ്ടിദേവനായ ബ്രഹ്മാവിന് നൽകാമെന്ന് വെച്ചാലോ 4 ശിരസ്സുകളിൽ ചൂടാൻ വേണ്ടി അദ്ദേഹവും ഇത് ഛേദിക്കും. ഇനി എന്താണൊരു പരിഹാരം? ആഹാ, പരിഹാരമില്ലാത്തതായി ഒന്നുമില്ലല്ലോ. അർഹമായ കൈകളിൽ തന്നെ ഇതെത്തിച്ചേരും. ദൈവാതിരാജനും മഹാ തേജസ്വിയുമായ അങ്ങേക്കല്ലാതെ മറ്റാർക്കാണ് നാം ഈ മലർമാലം സമ്മാനിക്കുക? നമുക്കോ? അതേ മേഘവാഹന, അങ്ങേക്കിത് സമ്മാനിക്കാൻ വേണ്ടിയാണ് നാം ഈ ദൂരമെല്ലാം താണ്ടി അമരാവതിയിലെത്തിയത്. ദേവരാജ ചിഹ്നങ്ങളായ ഐരാവതവും ഉച്ചൈസ്രവസ്സും വജ്രായുധവും ശോഭ വർദ്ധിപ്പിക്കുന്ന അങ്ങേക്ക് ഈ മലർമാലയവും ഏറെ ഇണങ്ങും. സ്വീകരിച്ചാലും. ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായ അങ്ങയുടെ ഈ ഉപഹാരം നമ്മുടെ ജന്മപുണ്യമായി നാം സ്വീകരിക്കുന്നു. നമ്മുടെ കേശത്തിന് ഈ അപൂർവ മാല്യം തീർച്ചയായും ഒരു അലങ്കാരം തന്നെയായിരിക്കും. ദേവേന്ദ്ര, നാം ആദരവോടുത്തുന്ന ഈ ഉപകാരത്തെ നീ അനാദരിച്ചു, അവഹേളിച്ചു. ഈ അവഹേളനം നമ്മെ തന്നെ അവഹേളിച്ചതിന് തുല്യമാണ്. അമരത്വം എന്ന അഹങ്കാരമാണ് ഇങ്ങനൊരു നീച പ്രവൃത്തിക്ക് നിന്നെ പ്രേരിപ്പിച്ചത്. മഹർഷി, ഈ ഉള്ളവന്റെ അവിവേകം പൊറുക്കണം, മാപ്പ് തരണം. ഇല്ല, ദുർവാസാവ് ക്ഷമാശീലനല്ല, ദയാലുവുമല്ല. അങ്ങനെയുള്ള സന്യാസിമാർ വേറെ കാണും. വസിഷ്ഠൻ, ഗൗതമൻ തുടങ്ങിയവർ. അവരുടെ അനുഗ്രഹങ്ങൾ നിന്നോടൊപ്പമുണ്ടെന്ന വിശ്വാസമാണ് നിന്നെ ഇത്രയും അഹങ്കാരിയാക്കി മാറ്റിയത്. തവം ചെയ്തു വരബലം നേടിയ താപസന്റെ ശാപം നിനക്കും നിന്റെ വർഗത്തിനുമേൽ സത്യമായി ഭവിക്കുക തന്നെ ചെയ്യും. അരുത് മഹർഷി, ശാപം അരുത്. ഇല്ല ദേവേന്ദ്ര, നാം ഒന്ന് തീരുമാനിച്ചാൽ, ത്രിമൂർത്തികൾ വിചാരിച്ചാൽ പോലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാവില്ല. ഈ ക്ഷണം മുതൽ നിനക്കും നിന്റെ വർഗത്തിനും ജരാനരകൾ ബാധിക്കട്ടെ. നിങ്ങളുടെ സർവ്വ ഐശ്വര്യങ്ങൾക്കും ക്ഷയം സംഭവിക്കട്ടെ. ഭഗവാനെ, ഇതെന്ത് പരീക്ഷണമാണ്? ദുർവാസാവ് മഹർഷി ശാപമോക്ഷം പോലും തരാതെയാണല്ലോ പോയത്. ഇനി എന്ത് ചെയ്യും? പ്രണാമം പിതാമഹേ. പ്രണാമം. വേദപൊരുളായ ഭഗവാനെ, അവിടുന്ന് കാണുന്നില്ലേ ഹതഭാഗ്യരായ ഈ ദേവഗണങ്ങളുടെ വിഷമാവസ്ഥ?
അറിയാതെ നാം ചെയ്തു പോയ അപരാധത്തിന് ദുർവാസാവ് മഹർഷി തന്ന ശാപത്തിന്റെ ഫലമാണിത്. നമ്മുടെ തെറ്റിന് ദേവലോകമാകെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതാണ് നമ്മെ ഏറെ വേദനിപ്പിക്കുന്നത്. സകല പ്രതാപ ഐശ്വര്യങ്ങളോടെയും വാണിരുന്ന ദേവന്മാർ ഇപ്പോഴിതാ ജരാനര ബാധിച്ച വൃദ്ധരായിരിക്കുന്നു. ആശ്രയമറ്റ ഞങ്ങളുടെ മുന്നിലെ ഏക പ്രതീക്ഷയാണങ്ങ്. കർമ്മഫലത്തിൽ നിന്ന് രക്ഷ നേടാൻ സാക്ഷാൽ ഈശ്വരന്മാർക്ക് പോലും കഴിയില്ല എന്നതിൻ്റെ പ്രത്യക്ഷ സത്യങ്ങളാണ് നിങ്ങൾ. തെറ്റു ചെയ്യുന്നവർക്ക് ശിക്ഷ ലഭിക്കുക എന്നത് സ്വാഭാവികം മാത്രമാണ് ദേവാധിപ. ദേവേന്ദ്രൻ ചെയ്ത തെറ്റിന് ദേവവൃന്ദങ്ങളും ശിക്ഷിക്കപ്പെടണോ ഭഗവാനെ? ദേവേന്ദ്രൻ ദേവന്മാരുടെ രാജൻ കൂടിയല്ലേ? അരജൻ ചെയ്യുന്ന അപരാധത്തിൻ്റെ ഫലം പ്രജകൾ കൂടി അനുഭവിക്കേണ്ടി വരും. അത് ലോക തത്വമാണ്. സൃഷ്ടികാരകനായ ഭഗവാനെ, ഞങ്ങൾക്ക് ഈ ദുർവിധിയിൽ നിന്ന് ഒരു മോചനമാർഗം കാട്ടിത്തരണേ. നിങ്ങൾക്കേറ്റ ശാപം ശിവാംശമായ ദുർവാസാവിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശാപമോക്ഷ മാർഗം ഉപദേശിക്കാൻ ഏറ്റവും ശ്രേഷ്ഠൻ പരമ്പൊരുളായ ശ്രീ പരമേശ്വരൻ തന്നെയാണ്. ഹൃദയശുദ്ധിയോടെ കൈലാസനാഥനെ തന്നെ ശരണം പ്രാപിക്കുക. അങ്ങയുടെ വാക്കുകൾ ഞങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുകയാണ്. ഉടൻ തന്നെ ഞങ്ങൾ കൈലാസത്തിലേക്ക് യാത്രയാവുകയാണ്. മംഗളം ഭവിക്കട്ടെ. പൂക്കളെ തല്ലിക്കൊഴിക്കാം, പക്ഷേ ആത്മീയതയുടെ വസന്തത്തെ തടയാനാവില്ല. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതി ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം
ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം പഞ്ചാശധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോല